അടുത്തത് വിദ്യാസംഗ്രഹം എന്ന മാഗസിനെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് പരാമർശിച്ചായിരുന്നു. 1864 കോട്ടയം CMS കോളേജിൽ നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച വിദ്യാസംഗ്രഹം കോട്ടയം കോളേജ് ക്വാർട്ടർലി മാഗസിൻ ഇന്ത്യയിലെ ആദ്യത്തെ കോളേജ് മാഗസിനും മലയാളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ പ്രസിദ്ധീകരണവുമാണ്. ചർച്ച് മിഷൻ സൊസൈറ്റി ആയിരുന്നു ഇതിൻ്റെ ഉടമസ്ഥര്. പണ്ഡിതനും വിദ്യാഭ്യാസ വിദഗ്ധനുമായിരുന്ന റിച്ചാർഡ് കോളിൻസും റിച്ചാർഡ് കോളിൻസുമായിരുന്നു വിദ്യാസംഗ്രഹത്തിൻ്റെ ശില്പികൾ. അപ്പം ആദ്യത്തെ കോളേജ് മാഗസിൻ ഏതായിരുന്നു കേരളത്തിലെ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവും കൂടിയാണിത്. മലയാളത്തിലും ഇംഗ്ലീഷിലും രചനകളുണ്ടായിരുന്നു. സാഹിത്യം, ശാസ്ത്രം, ഭൂമിശാസ്ത്രം, പൊതുവിജ്ഞാനം, ചരിത്രം, ജ്യോതിശാസ്ത്രം, കർണാടക ശാസ്ത്രം, സാമൂഹ്യ ശാസ്ത്രം, വിനോദം, വാർത്തകൾ എന്നിങ്ങനെ വ്യത്യസ്തമായ ഉള്ളടക്കങ്ങൾ ഇത് ഉൾപ്പെടുത്തിയിരുന്നു. വിദ്യാസംഗ്രഹത്തിൻ്റെ സവിശേഷതയും കൂടിയാണ് ഘാതകവധത്തിൻ്റെ മൂലകൃതിയായ ഓർക്കുക, ഘാതകവധത്തിൻ്റെ മൂലകൃതിയായ ദ സ്ലെയർ സ്ലെയിൻ 7 ലക്കങ്ങളിലായി വിദ്യാസംഗ്രഹത്തിൽ പ്രസിദ്ധീകരിച്ചു. ദ സ്ലെയർ സ്ലെയിന് അല്ലെങ്കിൽ ഘാതകവധം ഏത് മാഗസിനിലാണ് പ്രസിദ്ധീകരിച്ചത് എന്ന് ചോദിച്ചാൽ വിദ്യാസംഗ്രഹം മാഗസിനിലാണ്.